തുലാസില്ലാതെ ഒരു കൂട്ടര് നാളെ സ്വർഗത്തിൽ കടക്കുമെന്ന് മദീന മുനവ്വറയിൽ വെച്ച് ലോകത്തിന്റെ നേതാവ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ സഹാബത്ത് അത്ഭുതപരതന്ത്രരായി ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ആരാരാ കൂട്ടര് നബിയേ, ആരാണ് സമുദായം നബിയേ എന്ന് പറഞ്ഞു തരുമോ ഹബീബേ? അപ്പോഴാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ലോകത്തിന്റെ നേതാവ് ആരെ കുറിച്ചാണെന്നറിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ? പെരിങ്ങമലയിലെ എന്നെയും നിങ്ങളെയും കുറിച്ചാ, തിരുവനന്തപുരം ജില്ലയിൽ ജീവിക്കുന്ന നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ കുറിച്ചാ ഹബീബായ തങ്ങളുടെ മറുപടി എന്താണെന്നറിയുമോ? അവർ റമളാനിൽ നോമ്പെടുക്കുന്നവരാണ് സഹാബ. റമളാൻ മാസമായി കഴിഞ്ഞാൽ, റമളാൻ മാസമായാൽ പിന്നെ അവര് നോമ്പെടുക്കുകയാണ് സഹാബ. അവര് തറാവീഹ് നിസ്കരിക്കുകയാണ് സഹാബ. എങ്ങനെയുള്ള തറാവീഹാണെന്നറിയുമോ? എങ്ങനെയുള്ള പരിശുദ്ധമാക്കപ്പെട്ട നോമ്പുകളാണെന്നറിയുമോ? അവരുടെ നോമ്പ് അയൽപ്പക്കക്കാരൻ അറിയുന്നതിന് വേണ്ടിയല്ല, അവരുടെ തറാവീഹ് പള്ളിയിലെ ഇമാം അറിയുന്നതിന് വേണ്ടിയല്ല, അവരുടെ നോമ്പുകൾ പ്രിയ പത്നിയായ ഭാര്യ അറിയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നോമ്പുകളും തറാവീഹുമെല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ് അവരുടെ എല്ലാം. അങ്ങനെയുള്ളവർക്ക് നാളെ പരിശുദ്ധമാക്കപ്പെട്ട മഹ്ശറാവൻ സഭയിൽ ഹിസാബില്ലാതെ, സിറാത്തുൽ മുസ്തഖീം എന്ന പാലമില്ലാതെ, മീസാൻ എന്ന തുലാസില്ലാതെ അവർക്ക് സ്വർഗ്ഗത്തിൽ കടക്കാം സഹാബ. എന്റെ പ്രിയപ്പെട്ട പെരിങ്ങമലയിലെ ചെറുപ്പക്കാരെ, നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ടോ? നമ്മുടെ നോമ്പുകളും തറാവീഹുകളും ആർക്ക് വേണ്ടിയാ നമ്മൾ ചെയ്യുന്നത്? അവസാനം 2 റക്അത്തിൽ കയറിയല്ലേ നമ്മളുടെ നിസ്കാരം? അല്ലാതെ അല്ലാഹുവിന് വേണ്ടി നമ്മളുടെ ഒരു നോമ്പെങ്കിലും ഇന്ന് വരെ മാറ്റിവെച്ചിട്ടുണ്ടോ? നമ്മളുടെ നോമ്പുകളും തറാവീഹുകളും രഹസ്യമായിട്ട് മാറ്റിവെച്ചാൽ, അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചാൽ അവന് നാളെ മഹ്ശറാവൻ സഭയിൽ ഹിസാബില്ലാതെ രഹസ്യമായിട്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ നിർത്തിയില്ല, തുടരുന്ന. നമുക്ക് നാളെ എങ്ങനെ സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നാൽ അവിടെ നമുക്ക് വരുന്ന നേതാവ് ആരാണെന്നറിയുമോ? നാളെ നമുക്കുള്ള നേതാവ് സ്വർഗത്തിലാണെന്നറിയുമോ? അതാ ഉഹദിന്റെ രണാങ്കണമാ, വാളുകളോട് ഉരസുകയാ. ഒരുപാട് സഹാബാക്കൾ മറിഞ്ഞു വീഴുകയാ, മരിച്ചു വീഴുകയാ. ഒരുപാട് സഹാബാക്കൾ അങ്ങനെ മരിച്ചു വീണപ്പോൾ പരാജയത്തിന് മുന്നിൽ കണ്ട സഹാബ അവര് പിന്തിരിഞ്ഞോടുകയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഒരു സഹാബി മാത്രം പിന്നോട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആ ഒരൊറ്റ സഹാബി മാത്രം ഉഹദിന്റെ രണാങ്കണത്തിൽ മുന്നേറുമ്പോൾ, ആ ഒരൊറ്റ സഹാബി മാത്രം വാളുകൾ കൊണ്ട് ഖുറൈശികളുടെ തലയിന് അന്തരീക്ഷത്തിലേക്ക് പാറിക്കുമ്പോൾ ഒരുപാട് സഹാബാക്കൾ ഹബീബായ തങ്ങളുടെ സവിധത്തിൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? നമ്മളെല്ലാവരും പരാജയപ്പെട്ട് പിന്നോട്ട് പോയപ്പോഴും ആരാണ് നബിയെ ഒരുപാട് ഖുറൈശികളെ കൊന്നെടുക്കുന്നത്? ആരാണ് നബിയെ ഒരുപാട് ഖുറൈശികളുടെ തലയിന് അന്തരീക്ഷത്തിലേക്ക് പാറിക്കുന്നത്? ആരാണെന്നൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആരാണെന്നെ പെരിങ്ങമലയിലെ ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയുമോ? ഹംസത്ത് ഖറാറെന്ന ധീരശുജായി ഹിംസിച്ച് കുഫിറുകളെ അവർ ചോറായി. അസദുള്ള എന്ന പേരിൽ അർഹരായി അസ്വദിൻ ശിരസോട് അവർ കൂറായി. അതേ എന്റെ പ്രിയ
പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹംസത്തുൽ കറാർ തങ്ങളാ ഒരുപാട് ഖുറൈശികളെ കൊന്നെടുക്കുകയാ, ഉത്ബത്തിനെയും ശൈബത്തിനെയും മലർത്തിയടിക്കുകയാ. പക്ഷേ ഒരുപാട് സമയം നീണ്ടു നിന്നില്ല. അതാ ഒരു ദിവസം പുരട്ടിയാണ്ട് കടന്നു വന്നിട്ട് ഹംസ തങ്ങളുടെ നെഞ്ചിലേക്ക് അങ്ങ് കയറിപ്പോയി. അതുവരെ നമുക്ക് വേണ്ടി ഉഹദിന്റെ രണാങ്കണത്തിൽ പോരാടിയ, പെരിങ്ങമലയിലും ലോകത്തിലും മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് വേണ്ടി പോരാടിയ ഹംസ തങ്ങളതാ നിലംപതിച്ചു പോയി. ക്രൂരഹത്യകൾ നിൽക്കുന്നില്ല. അതാ വരുന്നു ഹിന്ദെന്ന് പറയുന്ന ഒരു പെണ്ണ് ഹംസ തങ്ങളുടെ നെഞ്ചത്തേക്ക് കയറിയിരുന്നിട്ടോ, ഹംസ തങ്ങളുടെ നെഞ്ചിനെ അതാ പിളർത്തുകയാണ്. അതുവരെ നമുക്ക് വേണ്ടി പോരാടിയ ഹംസ തങ്ങളുടെ നെഞ്ചിനെ അതാ വലിച്ചങ്ങ് പിളർക്കുകയാണ്. ഹംസ തങ്ങളുടെ കരളിനേതാ എടുത്ത് ചവച്ചങ്ങ് തുപ്പുന്നു. ഹംസ തങ്ങളുടെ കുടൽമാലയിനേതാ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഹംസ തങ്ങളുടെ കണ്ണിനേതാ ചൂഴ്ന്നെടുത്ത് പുറത്തേക്കിടുന്നു. പിന്നെ ഹംസ തങ്ങൾക്ക് കാലുകളില്ല, പിന്നെ ഹംസ തങ്ങൾക്ക് കൈകളില്ല, പിന്നെ ഹംസ തങ്ങൾക്ക് തലയില്ല, ശരീരമില്ലാത്ത ഹംസ തങ്ങളതാ അതിന്റെ രണാങ്കണത്തിൽ വേർപെട്ട് കിടക്കുകയാ, പാർട്സുകളായിട്ട് കിടക്കുകയാ. അവസാനം മുഹദിന്റെ രണാങ്കണം കഴിയുന്നു. ഐഡന്റിഫിക്കേഷൻ നടത്തുകയാ. ഓരോ സഹാബാക്കളെയും എടുത്തുകൊണ്ട് വെച്ചിട്ട് പറയുന്നു, ഓ ഹബീബായ തങ്ങളെ, സയ്യിദ് തങ്ങളിതാ കിടക്കുന്നു, നബിയെ വഫാത്തായി. ദസന്നതങ്ങളിതാ കിടക്കുന്നു, ഹബീബേ ഷഹീദായി പോയി, ഷഹീദായി നബിയേ. അവസാനം ഒരു സഹാബീനെ കൊണ്ടുവരുന്നു. എന്റെ പെരിങ്ങമലയിലെ ഈമാനുള്ള ചെറുപ്പക്കാരെ, പക്ഷേ ആ സഹാബിക്ക് ശരീരമില്ല. ആ സഹാബിക്ക് ശരീരമില്ല. ഒരാളതാ കുടൽമാല കൊണ്ടുവരുന്നു, വേറെ ഒരു സഹാബിയതാ കരൽ കൊണ്ടുവരുന്നു, ഒരാളതാ തലയിനെയും പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നു, വേറെ ഒരാള് കാൽ കൊണ്ടുവരുന്നു, ഒരാള് കൈ കൊണ്ടുവരുന്നു, ഒരാളതാ ചെവി കൊണ്ടുവരുന്നു. എല്ലാം കൂടെ കൊണ്ടുവന്ന് ഹബീബായ തിരുസവിധത്തിലേക്ക് വെച്ചിട്ട് പറയുന്നു, കഴിയുന്നില്ല നബിയേ, കഴിയുന്നില്ല ഹബീബേ, ഐഡന്റിഫിക്കേഷൻ സാധ്യമല്ല നബിയേ, ആരാണെന്ന് തിരിച്ചറിയാൻ സാധ്യമല്ല, ഒന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്തു തരുമോ? ഹബീബായ തങ്ങൾ മുറിഞ്ഞു കിടക്കുന്ന ഇറച്ചിക്കടയിൽ വെട്ടിമാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചിയുണ്ടല്ലോ, അതുപോലെ കിടക്കുന്ന ശരീരത്തിനെ എല്ലാം എടുത്ത് ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്നങ്ങതാ പൊട്ടിക്കരയുന്നു. കരച്ചിൽ അവസാനിക്കുന്നില്ല. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, പ്രിയപ്പെട്ടവരെ, വബിഹംസത്തിൽ ഖറാരി അമിൽ മുസ്തഫ അസദുല്ലാഹി വസയ്യിദ ശുഹദായി. അതേ സഹാബായി കിടക്കുന്നത് ഹംസ തങ്ങളുടെ ശരീരമാ. നമുക്ക് വേണ്ടി പോരാടിയ, നമുക്ക് വേണ്ടി ഉഹദിന്റെ രണാങ്കണത്തിൽ അടിയുറച്ചു നിന്ന ഹംസ തങ്ങളുടെ ശരീരമതാ അവസാനം മുറിച്ച് പീസുകളായിട്ട് വെച്ചുവെങ്കില് ഹംസ തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിൽ പോരാടിയതെങ്ങനെയാ? റമദാനിൽ നോമ്പെടുത്തുകൊണ്ടാ, വയറതാ മുതുകിനോട് ഒട്ടിക്കൊണ്ടാ. പക്ഷേ ഉഹദിന്റെ രണാങ്കണത്തിലും അവര് നോമ്പ് മുറിച്ചില്ല. മറിച്ചതാ എന്നൊരൊറ്റ ചിന്തയിൽ നിന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ തറാവീഹ് എങ്ങനെയാ, നമ്മളുടെ നോമ്പുകൾ എങ്ങനെയാ? അതാ നടക്കുന്നു ഫുട്ബോൾ മാമാങ്കമ്, അതാ ഒന്നും
2 മണിക്ക് നമ്മളുടെ മുസ്ലിം ചെറുപ്പക്കാര് ഫുട്ബോളിന്റെ മുന്നിലിരുന്ന് കാണുകയാ, TV കാണുകയാ, നെയ്മറിന് വേണ്ടി അവിടെ നിന്ന് ജയ്ഹിന്ദ് വിളിക്കുകയാ, മെസ്സിക്ക് വേണ്ടി വിളിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ നമുക്ക് എന്തിനാ? നോമ്പ് പിടിച്ചുകൊണ്ട് ഫുട്ബോൾ കാണുമ്പോൾ ആ ഫുട്ബോളിന്റെ ഫ്ലക്സ് വയ്ക്കുന്നതിന് വേണ്ടി ഈ നിൽക്കുന്ന ചെറുപ്പക്കാരിൽ ആരെങ്കിലും 1 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ്. ഞാൻ വെറുതെ എന്ന് പറയുന്നതല്ല, ഇമാമിയങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് ഞാൻ പറയുന്നതാ. തുട കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ കളിച്ചാൽ ആ കളി ഹറാമാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുട്ബോൾ ഹറാമാണ്. തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഫുട്ബോൾ കണ്ടിട്ടോ എത്ര പേരാ ഫുട്ബോൾ കണ്ട് മരിച്ചു വീഴുന്നത്? എന്തൊരു ഭ്രാന്താണ് പ്രിയപ്പെട്ടവരെ. നമുക്കെന്തിനാ ഫുട്ബോള്? നമുക്കെന്തിനാ സിനിമ? നമുക്കില്ലയോ ഹബീബായ തങ്ങള് മദീന മുനവ്വറയിൽ കിടക്കുന്നില്ലയോ? നമുക്കില്ലയോ ഹംസത്തുൽ ഖറാർ തങ്ങള്? നമുക്കില്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ്? അവരൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നെയ്മറിന്റെ ഫാൻസ്? എന്തിനാ സച്ചിന്റെ ഫാൻസ്? എന്തിനാ നമുക്ക് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഫാൻസ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തിനാ നമുക്ക് സീരിയല്? വേണ്ട വേണ്ട. നമ്മളുടെ എല്ലാം എല്ലാം അല്ലാ. കാരണം എന്താ ഞാൻ നിങ്ങളോട് പറയുന്നത്? ഇത് ഏവരെങ്കിലും നമ്മളുടെ കയ്യിലേൽപ്പിച്ച ഇസ്ലാമല്ല, മറിച്ച് ഹംസ തങ്ങളേൽപ്പിച്ച ഇസ്ലാമാ, ഹബീബായ തങ്ങളേൽപ്പിച്ച ഇസ്ലാമാ. ഇന്ന് നമ്മൾ ആ ഇസ്ലാമിനെ വികൃതമാക്കിയിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. അന്ന് എന്ത് നല്ല രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച ഇസ്ലാം ഇന്ന് ഒരുപാട് പരിക്കുകൾ പറ്റി